ഹേ ഗൈസ്, എന്തൊക്കെ വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് എന്താ പറയാൻ ഒരു മൈൻഡ് ശരിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി ഇവിടെ നാട്ടിൽ വന്നിട്ട് വണ്ടി പണിക്ക് പോകുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിട്ട്. അതുകൊണ്ട് ഉറക്ക ക്ഷീണത്തിൻ്റെ കൊണ്ട് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഒരു ക്ഷമ ചോദിക്കുകയാണ് ഞാൻ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാൻ എൻ്റെ മനസ്സിൽ വീണ്ടും ആഗ്രഹം വന്നു. ഞാനിപ്പോൾ കൊൽക്കത്ത മുർഷിദാബാദ് ജലങ്കി എൻ്റെ നാടാണ്. അവിടെ പാടത്തേക്ക് ചുമ്മാ വന്നു. രാവിലത്തെ ഒരു കാലാവസ്ഥ കാണാൻ വേണ്ടി വന്നപ്പോൾ എന്താ സെറ്റപ്പാണ്. ഒരു പഴത്തിൻ്റെ കൃഷി, പഴത്തോട്ടിൽ ഞാൻ വന്നപ്പോൾ നല്ല നല്ല പഴങ്ങൾ, നല്ല സൂപ്പർ പഴം, റോബസ്റ്റർ പഴം, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഇപ്പോഴും മരത്തുമ്മേ കിടക്കണു. പഴുത്തായിട്ടുണ്ട്. ബട്ട് എന്താണെന്നറിയാം, നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് വെട്ടിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഉണ്ടാക്കാമെന്ന് ഓർത്ത് വന്ന് ഈ കൃഷി തോട്ടിലേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നല്ല സൂപ്പർ പഴം. ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് നല്ല വെയിലായി. എന്താ പറയാൻ, എൻ്റെ വീഡിയോ കാണുന്നവർ അത്ര ലൈക്കും കൊടുക്കാറില്ല, അത്ര ഷെയറും ചെയ്യാറില്ല, അത്ര കമൻറ്റ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മനസ്സ് ചത്തായിരുന്നു. ഈ വെയിലും കൊണ്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഉദ്ദേശിക്കും ഇത് ഒരു 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 ഇതില്ല, ഒരു പണിയില്ല, ഒരു വാറില്ല, എങ്ങനെയായാലും ചെയ്തിട്ട് വിടാം, ആർക്കും ഒന്നും ഇതില്ല എന്ന് ഓർക്കാം. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി എടുത്ത് പോയി വെയിൽ കൊണ്ട് ചിലപ്പോൾ പണികളൊക്കെ നീക്കി വെച്ച് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആരും ഒന്നും കമൻറ്റും ചെയ്യാറില്ല, ഒരു ലൈക്കും ചെയ്യാറില്ല. അങ്ങനെ മനസ്സ് ചത്തായിരുന്നു. അതുകൊണ്ട് 2 ആഴ്ച ഞാൻ വീഡിയോ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇച്ചിരി ഡൗണായിപ്പോയി. എല്ലാവരുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നെ ക്ഷമിക്കണം. വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പറയാം, ഞാൻ ഇന്ന തൊട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം. എല്ലാവരും കാണണം, കണ്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ നാട്ടിലെപ്പോഴും ഉണ്ട്. അടുത്ത് തന്നെ ഞാൻ കേരളത്തിൽ പോവും. ഇന്ന് ചുമ്മാ ഈ വാഴ കണ്ടപ്പോൾ, ഈ റോബസ്റ്റ് പഴം കണ്ടപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഓർത്ത് നിന്ന്. നല്ല സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കും കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിക്കാൻ നോക്കാം.